33,000 വോട്ടാണ് BJPക്ക് താമര ചിഹ്നത്തിൽ ഈ കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തിയത്. 20.29% വോട്ടാണ് നേടിയത്. 4 മാസം കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളുണ്ടായില്ല. BDJSന്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തി. സംഭവിച്ചെന്താണെന്ന് നമുക്കെല്ലാം അറിയാം. വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് ആ ഭീകരമായ സത്യം പുറത്തേക്ക് വരുന്നത്. വെറും 6,000 വോട്ട്, 3.something% വോട്ട് മാത്രമായി ചുരുങ്ങുന്നു. 4 മാസത്തിന് മുമ്പ് 27,000 വോട്ട് രേഖപ്പെടുത്തിയ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എവിടെ പോയി? 4,000 വോട്ടിന് ഇവിടുത്തെ MLA ജയിക്കുന്നു. ആ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരണ സ്മരണയായി അദ്ദേഹത്തിന്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചിട്ടുള്ള ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഈ കുണ്ടറക്കാർക്ക് അറിയാം അദ്ദേഹം എങ്ങനെയാണ് ഈ 5 വർഷക്കാലം ഈ മണ്ഡലത്തെ നയിച്ചത് എന്ന് നമുക്കറിയാം. ഒരു സ്ഥലങ്ങളിലും കുണ്ടറ അസംബ്ലി മണ്ഡലത്തിൽ എവിടെയും ഒരു രാഷ്ട്രീയ വേദിയിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നല്ലതായി സംസാരിക്കുന്ന, സംവദിക്കുന്ന ഒരാളായി കുണ്ടറയിലെ ജനപ്രതിനിധി നമ്മൾ കണ്ടിട്ടില്ല. ആള് മോശക്കാരനല്ല, KPCCയുടെ ഉപഭാരവാഹിയാണ്. ഏതേതെല്ലാം മാർഗങ്ങളിലാണ് ഇടതുപക്ഷ മുന്നണിക്കെതിരായി, ഗവൺമെന്റിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി കഥകൾ മെനയാൻ കഴിയുന്ന മാർഗങ്ങൾ അവർ സ്വീകരിച്ചിട്ടും ഒന്നും അങ്ങനെയും കാറ്റ് പിടിക്കുന്നില്ല. എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം അവർ ചില ഇവന്റ് മാനേജ്മെന്റ് പോലെ ചില ഏജൻസികളെ കേരളത്തിൽ തലങ്ങും വിലങ്ങും പഠനം നടത്താൻ 140 മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. 140 മണ്ഡലങ്ങളിലേക്ക് പോയ കോൺഗ്രസ് കോടിക്കണക്കിന് രൂപയും കൊടുത്ത് നിയോഗിച്ച കനകൂരുവിന്റെ ഏജന്റന്മാർ, നൂറുകണക്കിനായിട്ടുള്ള ആളുകൾ, ചെറുപ്പക്കാർ തലങ്ങും വിലങ്ങും വലിയ തോതിലുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു സംഗതി ആകെ എളുപ്പമായി, എല്ലാം തന്നെ റെഡിയായിരിക്കുകയാണ്, ഇനിയിപ്പോ പെട്ടെന്ന് അധികാരത്തിലേക്ക് നടക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ അഹങ്കാരം മൂത്ത് വയനാട് ഒത്തുകൂടാൻ തീരുമാനിച്ചു. ഒത്തുകൂടിയതിന്റെ തലേന്നാണ് കനകൂലിന്റെ റിപ്പോർട്ട് വന്നത്. റിപ്പോർട്ട് വന്ന് പേജുകളെല്ലാം കൂടെ മറിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് ആ സംഗതി ആകെ പോയി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായ യാതൊരു വികാരവുമില്ല എന്ന നിലയിലാണ് കനകൂൽ കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ചർച്ച നടത്തിയാൽ ക്ലച്ച് പിടിക്കില്ല എന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ ചെറുതും വലുതുമായിട്ടുള്ള നേതാക്കന്മാർ മുഴുവൻ തലങ്ങും വിലങ്ങും കനകൂലിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അവസാനം അത് ഇവിടെ എത്തിക്കട്ടെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോഴ് പുതിയ പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളം മാറിയിട്ടുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ ലോകത്തിന്റെ നെറുകയിൽ കേരളത്തെ കൊണ്ടിന്ന് എത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു 50 വർഷത്തിന് ശേഷമുള്ള കേരളം എന്തായിരിക്കണമെന്ന് കണ്ടുകൊണ്ട് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് സാധ്യമാകുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ നിറവിലാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സജ്ജമാകുന്നത് എന്നത് ഓരോ പ്രവർത്തകർക്കും, ഓരോ മലയാളിക്കും അഭിമാനമുള്ളതാണ്. ലോകത്തെവിടെയുമുള്ള മലയാളികൾ ഒരുമിച്ച് പറയുകയാണ്, തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നാൽ സഹായിക്കാൻ, കരങ്ങൾ നീട്ടാൻ, ചേർത്തുപിടിക്കാൻ, രക്ഷകരാകാൻ ഞങ്ങളുടെ നാട്ടിലൊരു ഭരണ സംവിധാനമുണ്ട്, ഒരു ഭരണകൂടമുണ്ട്, അതിന് ശക്തനായ ഒരു തലവനുണ്ട് എന്ന നിലയിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാത്തവരും ലോകത്തോട് വിളിച്ചു പറയുന്ന കാഴ്ചയെ നമ്മൾ കാണുകയാണ്. ഇതെല്ലാം വിരളി പൂണ്ടുകൊണ്ടാണ് എന്ത് മാർഗവും സ്വീകരിച്ചുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ കഴിയുന്ന മാർഗങ്ങളുമായി എല്ലാ കുതന്ത്രങ്ങളും എന്നെ ഇറങ്ങുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. തലങ്ങും വിലങ്ങും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. നമുക്കറിയാം, നിർഭാഗ്യവശാൽ ഈ കേരളം നേടിയ നേട്ടത്തോടൊപ്പം 5 വർഷക്കാലമായി കുണ്ടറയിലെ ജനങ്ങൾക്ക് മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ചെയ്തു പോയ ഒരു തെറ്റാണ്. ആ സമയത്തുണ്ടായ ഒരു പെശക് എന്താണ് സംഭവിച്ചത് നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഇവിടേക്ക് നാളെ വരെ ഈ നാടുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ഇവിടേക്ക് സ്ഥാനാർത്ഥിയായി വരുന്നു. UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നതിന് മുന്നേ തന്നെ വളരെ പ്ലാൻ ചെയ്ത് കർണാടകയിലോ മറ്റോ വെച്ച് BJPയുമായി ഉണ്ടാക്കിയ ഡീലുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹം ഈ മണ്ഡലം തെരഞ്ഞ് ഇവിടേക്ക് വരുന്നത്. വന്നതിന്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല. 2020 ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ത്രിതല സംവിധാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 33,000 വോട്ടാണ് BJPക്ക് താമര ചിഹ്നത്തിൽ ഈ കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തിയത്. 23ഓളം പഞ്ചായത്ത് അംഗങ്ങളും ഉണ്ടായിരുന്നു. 33,000 വോട്ടും ഉണ്ടായിരുന്നു. 20.29% വോട്ടാണ് നേടിയത്. 4 മാസം കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളുണ്ടായില്ല. BDJSന്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തി. സംഭവിച്ചെന്താണെന്ന് നമുക്കെല്ലാം അറിയാം. വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് ആ ഭീകരമായ സത്യം പുറത്തേക്ക് വരുന്നത്. വെറും 6,000 വോട്ട്, 3.something% വോട്ട് മാത്രമായി ചുരുങ്ങുന്നു. 33,000 വോട്ടിൽ നിന്നും 6,000 വോട്ട് കുറച്ചാൽ 4 മാസത്തിന് മുമ്പ് 27,000 വോട്ട് രേഖപ്പെടുത്തിയ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എവിടെ പോയി? 4,000 വോട്ടിന് ഇവിടുത്തെ MLA ജയിക്കുന്നു. ആ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരണ സ്മരണയായി അദ്ദേഹത്തിന്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചിട്ടുള്ള ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഈ കുണ്ടറക്കാർക്ക് അറിയാം അദ്ദേഹം എങ്ങനെയാണ് ഈ 5 വർഷക്കാലം ഈ മണ്ഡലത്തെ നയിച്ചത് എന്ന് നമുക്കറിയാം. ഒരു സ്ഥലങ്ങളിലും കുണ്ടറ അസംബ്ലി മണ്ഡലത്തിൽ എവിടെയും ഒരു രാഷ്ട്രീയ വേദിയിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നല്ലതായി സംസാരിക്കുന്ന, സംവദിക്കുന്ന ഒരാളായി കുണ്ടറയിലെ ജനപ്രതിനിധി നമ്മൾ കണ്ടിട്ടില്ല. ആള് മോശക്കാരനല്ല,
KPCCയുടെ ഉപഭാരവാഹിയാണ്. തീർച്ചയായും രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് നേതൃത്വമായി നിൽക്കുമ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്വപൂർവ്വം മറുപടി പറയേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷെ എവിടെയെങ്കിലും നമ്മൾ അദ്ദേഹത്തെ കണ്ടോ? 5 വർഷക്കാലം കേരളത്തിന്റെ അസംബ്ലിയുടെ രേഖകൾ, അംഗങ്ങളുടെ സംസാരങ്ങളുമെല്ലാം അതെല്ലാം നമ്മുടെ ഈ ഡിജിറ്റലായി കിട്ടുന്നതാണ്. പരിശോധിച്ച് നോക്കിയാൽ മതി. ആ 5 വർഷക്കാലം കേരളത്തിന്റെ നിയമസഭയിൽ എത്രയോ തവണ ആ നിയമസഭാ യോഗം ചേർന്നു. എപ്പോഴെങ്കിലും ആ നിയമസഭാ സമ്മേളനത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരിനെതിരായി ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന മാന്യൻ എപ്പോഴെങ്കിലും കേരളത്തിനെതിരായി BJP ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നയങ്ങൾക്കുമെതിരായി ശക്തമത്തായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ട നിരവധി സാഹചര്യങ്ങളുണ്ടായിരുന്നു. ചൂരൽമല മുണ്ടക്കയിലായാലും മഹാപ്രളയം വന്നപ്പോഴായാലും അങ്ങനെ എത്രയോ സംഭവങ്ങൾ മലയാളിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള മാർഗം സ്വീകരിച്ചുകൊണ്ട് BJPയുടെ കേന്ദ്ര നേതൃത്വവും കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. വിസ്താര ഭയത്താൽ അതൊന്നും പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഘട്ടങ്ങളിലൊക്കെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട MLA എപ്പോഴെങ്കിലും BJP എന്നോ RSS എന്നോ കേന്ദ്ര ഗവൺമെന്റ് എന്നോ ഒരു വാചകം അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിൽ നിന്നും കേരളത്തിന്റെ അസംബ്ലിയിലെ 139 MLA-മാർക്കും കേൾക്കേണ്ടി വന്നില്ല. അവസാനം ഒരു MLA, ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ്, അദ്ദേഹത്തിന്റെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം തന്നെ സംസാരിച്ചു. ഇദ്ദേഹം ഒരു സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച് കിഫ്ബിക്കെതിരായിട്ടാണ്. അതിന് മറുപടി ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. കിഫ്ബി എതിർത്തവർ ഇനി എന്ത് പറയും? ഈ MLA ആണ് കിഫ്ബിക്കെതിരായിട്ട് വലിയ വർത്തമാനം എല്ലാം പറഞ്ഞത്. അപ്പോൾ ഭരണപക്ഷത്തുള്ള ഒരു MLA ആ സബ്മിഷൻ അവതരിപ്പിച്ച ആളിനെ കുണ്ടറ MLA-യുടെ ചോദ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലയോ മെമ്പർ, അങ്ങ് ഇതെല്ലാം പറഞ്ഞല്ലോ, കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന 54,000 കോടി രൂപ GST ഇനത്തിൽ ലഭ്യമാക്കേണ്ട, കേരളത്തിന് കടമെടുക്കാൻ സേവന മേഖലയിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ വാളോങ്ങി നിൽക്കുന്ന ആ കേന്ദ്ര ഗവൺമെന്റിനെതിരായി അങ്ങ് ഒരു വാചകം വീണ്ടും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. എത്രയോ സംഘർഷങ്ങളാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. എപ്പോഴെങ്കിലും അങ്ങയുടെ നാവിൻ തുമ്പിൽ നിന്ന് ഒരു വാചകം ഞങ്ങൾ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ 11:15 ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിയമസഭയുടെ ക്യാൻറ്റീൻ ഹാളിൽ നിന്നുകൊണ്ട് പറഞ്ഞു, തൊഴുതുകൊണ്ട് പറഞ്ഞല്ല, എന്നെ ഉപദ്രവിക്കല്ലേ, ജീവിച്ചു പോട്ടെന്ന്. അസംബ്ലിക്ക് അകത്ത് മറുപടി പറഞ്ഞില്ല അദ്ദേഹം. ഇതാണ് നമ്മുടെ MLA. വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാനുള്ള അത് തേടിയുള്ള യാത്രയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, അദ്ദേഹം കർണാടകത്തിലെ കോൺഗ്രസിന്റെ ചുമതലയുള്ള ആളാണ് ഇവിടുത്തെ MLA. ആ കർണാടകത്തിലല്ലേ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കപ്പെടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ വർത്തമാനം നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏറ്റവും ഭീതിതമായ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയത്തക്ക നിലയിൽ ഒരു മാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കർണാടകയിലെ ഗവൺമെന്റ് അതിന്റെ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അസംബ്ലിക്കകത്ത് പറയേണ്ട, പുറത്തെങ്കിലും ഇറങ്ങി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ രാഷ്ട്രീയമേ പറയാറില്ല. നിങ്ങൾ പിന്നെ ചില ചെപ്പടി വിദ്യകൾ കാണിക്കും. വന്നിരുന്ന് കൊച്ചു പാട്ടുമൊക്കെ പാടി. ആളുകൾക്ക് പാട്ടല്ല ആളുകൾക്ക് വേണ്ടത്. ഈ നാട് കത്തുന്ന ഗൗരവതരമായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നാവിൻ തുമ്പിൽ കേൾക്കേണ്ടത്, അതിനെ മുറിച്ചു കിടക്കാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ശരിയുടെയും നന്മയുടെയും രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന വർത്തമാനമാണ് ഞങ്ങൾ കേൾക്കാൻ ഈ കുണ്ടറക്കാർക്ക് ആഗ്രഹം. അല്ലയോ കഷ്ടം, നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പരിതപിക്കുകയാണ്. നിങ്ങളിൽ നിന്നും ഒരു രാഷ്ട്രീയ പ്രശ്നവും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല, ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ സംവാദ വേദികളുടെ മുന്നിൽ വന്ന് വർത്തമാനം പറയുന്ന സാഹചര്യം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ കണ്ടു, ഇവിടെ ഈ വേദിയുടെ അപ്പുറവും ഇപ്പുറവും ഇവിടെ കുണ്ടറ താലൂക്ക് ആശുപത്രി 76 കോടി രൂപ ചെലവഴിച്ചും, അതുപോലെ തന്നെ കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും കിഫ്ബി വഴി മുഴുവൻ സർക്കാർ പള്ളിക്കൂടങ്ങളും നല്ല മെച്ചപ്പെട്ട നിലവാരം ഉയർത്തുന്ന നിലയിലേക്ക് മാറ്റി. അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് KGV ഇളമ്പളൂരിലെ സ്കൂളിന്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. നിങ്ങൾ അസംബ്ലിയിൽ പോയി കിഫ്ബിക്കെതിരായി പ്രസംഗിച്ചു മാത്രമല്ല, കോടതി കയറ്റാൻ വേണ്ടി ആ കിഫ്ബി കൊണ്ടുവന്ന് കേരളത്തെ ലോകത്തിന് മാതൃകയാക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരെ കോടതി കയറ്റാൻ, ബലഫ്യം പറയാൻ, വർത്തമാനം പറയാൻ നിങ്ങൾ തെരുവിലും അസംബ്ലിയിലും കാണിച്ച ജാഗ്രത എന്തേ BJP ഗവൺമെന്റിനെതിരായി നിങ്ങൾ വർത്തമാനം പറയാൻ നിങ്ങൾ മാറ്റിവെച്ചില്ല? അപ്പോൾ നിങ്ങൾ അസംബ്ലിയിലേക്ക് പറഞ്ഞു വിട്ടവരുടെ അവരോട് കാണിച്ച നന്മയുടെ ഭാഗമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ആ ഉപകാരസ്മരണയായിട്ടാണ് നിങ്ങൾ നിലപാട് സ്വീകരിച്ചത്. ഞാൻ മറ്റൊന്നുകൂടെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് നിങ്ങൾ 11 കൽപ്പനകളുമായി, സാധാരണ 10 കൽപ്പന ബൈബിളിൽ കേട്ടിട്ടുണ്ട്, 11 കൽപ്പനകളുമായിട്ട് നിങ്ങൾ ഇറങ്ങി. നിങ്ങളുടെ ഫോട്ടോയുണ്ട്, കൈപ്പത്തി ചിഹ്നമുണ്ട്, നല്ല ബഹുവർണ്ണമായിട്ടുള്ള കാർഡ് വെച്ചിട്ടാണ് അദ്ദേഹം നിങ്ങൾ ഇറക്കിയത്. ആദ്യമേ തന്നെ നിങ്ങൾ പറഞ്ഞു, കുണ്ടറയില് ഇളമ്പള്ളൂർ, കുണ്ടറമുക്കട, ആശുപത്രിമുക്ക്, പള്ളിമുക്കെല്ലാം
മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ്. ഈ ഗതാഗത കുരുക്കിൽ നിന്നും നാടിന് മോചനം ഉണ്ടാകണമെങ്കിൽ മേൽപ്പാലങ്ങൾ ഉണ്ടാകണം. 2 മേൽപ്പാലം ഉടൻ സാധ്യമാക്കും. നമ്മളെല്ലാം വിശ്വസിച്ചു. കാര്യം ആള് മോശക്കാരനല്ല. AICCയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്. കേന്ദ്രത്തിലൊരു പിടിയുള്ള ആളാണ്. മിക്കവാറും പഴയ കാര്യം ഇപ്പൊ മോഡിയെ പിന്തുണച്ച് നിർത്തുന്നതിനകത്ത് കോൺഗ്രസിന്റെ പഴയകാല കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ അടക്കമുള്ള 100-140 പേരുണ്ട്. ആ പഴയ സൗഹൃദങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും പറഞ്ഞ് സാധിച്ചുകൊണ്ടുവരാൻ നമ്മൾ കരുതി. അങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ പള്ളിമുക്ക് റെയിൽവേ ഗേറ്റിനടുത്ത് വലിയ പന്തലെല്ലാം സ്ഥാപിച്ച് വലിയ സ്ക്രീൻ LED വാളും എല്ലാം വെച്ച് അന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും നമ്മുടെ MLA യും എല്ലാം ചേർന്ന് കുറച്ച് ആളിനെയും വിളിച്ചുകൂട്ടി മോഡിയുടെ ഒരു പ്രസംഗം എല്ലാം നടത്തി, ഉദ്ഘാടനം നടത്തി. കല്ലൊന്നും ഇട്ടില്ല. അദ്ദേഹം സ്ക്രീനിലാണ്, ഓൺലൈനിലാണ് ഉദ്ഘാടനം. പ്രസംഗം നടത്തി. ഇത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി. പറഞ്ഞത് മോശക്കാരനല്ല, MP ആണ്. മോഡി വിളിച്ച അവാർഡെല്ലാം കൊടുത്ത ആളാണ്. MLA ആണ് തുടർന്ന് പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് ദാണ്ട് അടുത്ത ദിവസം തൊട്ട് പണി ആരംഭിക്കുന്നു. അല്ലയോ മിസ്റ്റർ MLA, ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ മിനിമം അതിന്റെ ഒരു ഫീസിബിൾ സ്റ്റഡി നടത്തണം. മിനിമം നിങ്ങളൊരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് മാത്രമേ ഒരു DPR പദ്ധതിയുമായിട്ട് സമർപ്പിക്കാൻ കഴിയുള്ളൂ. നിങ്ങളൊരു ചെറുവിരലെങ്കിലും അനക്കിയോ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബുദ്ധി കൊണ്ട് കളിക്കാൻ നിൽക്കുന്നത്? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞത് ബുദ്ധി കൊണ്ട് മാത്രം ഉണ്ടാകേണ്ടതല്ല, അത് ഹൃദയം കൂടെ ചേർത്ത് വെക്കുന്നതാണ്. കുറച്ച് നന്മയുണ്ടാകണം. ഹൃദയവും ബുദ്ധിയും മസ്തിഷ്കത്തോടെ ചേരുമ്പോൾ മാത്രമേ ഒരു പൊതുപ്രവർത്തകൻ പൂർണ്ണനാകുന്നുള്ളൂ. നിങ്ങളിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇതുവരെ മേൽപ്പാലമായോ? കഴിഞ്ഞ ദിവസം ചില ഗിമ്മിക്കുകൾ കാണിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്തു. അതല്ല, ഇനി ഈ പണിയായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഇത് നടക്കുമെന്നുണ്ടെങ്കിൽ എന്ന് നടക്കുമെന്ന് പറയാൻ പറഞ്ഞു. എല്ലാവരും നമ്മുടെ വനിത നമ്മളുമായിട്ടൊന്നും ബന്ധപ്പെട്ടവരല്ല, അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കാണുന്നുണ്ടാവും. ആ പറഞ്ഞ ഒരു സഹോദരി ആദ്യം പറഞ്ഞു, ഞങ്ങളാണ് കോൺഗ്രസ് ഈ കുണ്ടറയിൽ കൊണ്ടുവന്നത്, ഇനി ഇയാൾ ഇതും പറഞ്ഞിട്ട് കയറുന്നു പറഞ്ഞിട്ട് അവസാനം മിണ്ടാതെ പഞ്ചവുച്ചോടൊക്കെ അവിടെ നിന്ന് അവിടുന്ന് പല്ലെ വീരി പോകുന്ന ഒരു MLA ആണ് നമ്മൾ കണ്ടത്. മുണ്ടാമ്പള, ഞാൻ പേര് പറയണ്ടല്ലോ, ആ കുടുംബക്കാരാണ് തടഞ്ഞു നിർത്തിയിട്ട് ചോദ്യമെല്ലാം ചോദിച്ചത്. ഇവിടെ ഇരിപ്പുണ്ട് പണിക്കർ സാറെല്ലാം, പൗരസമിതി ആൾക്കാരെല്ലാം എത്രയോ നാളുകളായി നിവേദനം ചെയ്ത് എത്രയോ സമരങ്ങൾ ചെയ്തു. നിങ്ങൾ യാതൊന്നും ഇവിടെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, 11 കൽപ്പനകളെല്ലാം ഞാൻ വായിക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, 3 മാസത്തിലൊരിക്കൽ മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, മുഴുവൻ ജനങ്ങൾ, മുഴുവൻ ആളുകളെയും ഞങ്ങൾ കേൾക്കും. നമ്മൾ വിശ്വസിച്ചെന്തായാലും അതൊരു വലിയ കാര്യമായിരിക്കും. 3 മാസത്തിലൊരിക്കൽ അദാലത്ത് എന്ന വാചകമാണ് ഉപയോഗിച്ചത്. 3 മാസത്തിലൊരിക്കൽ അദാലത്ത് നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കാണും. അല്ലയോ MLA, 60 മാസം പിന്നിടുന്നു. അങ്ങനെ നോക്കിയാൽ 20 തവണ ചേരേണ്ട സമയമായി. ഒരു നേരമെങ്കിലും, ഒരു മണിക്കൂറെങ്കിലും കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലെ ജനപ്രതിനിധികളെയോ പബ്ലിക്കിനെയോ നിങ്ങളുടെ MLA ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഏതെങ്കിലും ഒരു പൊതു ഇടത്തിലോ നിങ്ങളൊന്ന് വിളിച്ചിരുത്തി സംസാരിക്കാൻ തയ്യാറായോ? പറയണം നിങ്ങൾ മറുപടി. വളരെ ഉത്തരവാദിത്തോളം ചോദിക്കുകയാണ്. ഞങ്ങൾ ഈ നാട്ടിൽ 4 പതിറ്റാണ്ടിലധികമായി പൊതുപ്രവർത്തനം ചെയ്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പറയണം, ഏത് കാര്യത്തിലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആളിനെ വിളിച്ചു നിർത്തി ആ വർത്തമാനം ജനങ്ങളെ പ്രതിനിധികളെ കേൾക്കാൻ തയ്യാറോ? ജനങ്ങളെ കേൾക്കാൻ തയ്യാറായോ? ഇല്ല, കൂടിയിട്ടില്ല. വീണ്ടും അടുത്തത് വരികയാണ്. എന്താണ്? ഈ മണ്ഡലത്തെ മുഴുവൻ കുളങ്ങളും ഞങ്ങൾ സംരക്ഷിക്കും. ഞാൻ അടുത്ത 3ാമത്തെ ചോദ്യം കൽപ്പനയിൽ ഒന്നാണ്, പോട്ടെ സർക്കാർ തരുന്നില്ലെന്ന് വേണേ നിങ്ങൾ പറഞ്ഞോ, MLA ഫണ്ട് ഉണ്ടല്ലോ, ഒരു കുളമെങ്കിലും ചെയ്യാൻ, ഒരു കല്ലെങ്കിലും എടുത്തു വെച്ച് ചെയ്യാൻ വേണ്ടി ഒരു 100 രൂപ കാശ് നിങ്ങൾ മാറ്റിവെച്ചോ? നിങ്ങളിപ്പോ ചില ഗിമ്മിക്കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പൊ ആളുകളെല്ലാം, പിന്നെ നമ്മളാരും പറയേണ്ട കാര്യമില്ല, ജനം തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ സോഷ്യൽ മീഡിയ താഴോട്ട് ഒന്നിനെല്ലാം മറുപടി പറഞ്ഞിട്ട് ഉളുപ്പില്ലെന്ന് ചോദിച്ചോണ്ട്, അല്ലയോ തൊലിക്കെട്ടി കാണ്ടാമൃഗത്തേക്കാൾ കഷ്ടമാണെന്ന് ജനം തന്നെ ചോദിക്കാൻ സ്ഥിതി എത്തി. എന്താ സ്ഥിതി? ഇപ്പൊ കുടിവെള്ളമില്ലെന്ന് പറഞ്ഞ് സൂപ്രണ്ടിങ് എഞ്ചിനെ തടയാൻ വേണ്ടി കുറച്ച് ജനപ്രതിനിധികളായിട്ട് പോയിരിക്കുകയാണ്. 60 മാസക്കാലം കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ മേഴ്സിക്കുട്ടിയമ്മയൊക്കെ ഇരിപ്പുണ്ടല്ലോ. ജിക്കയുടെ അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ എത്രയോ മഹത്തായ പദ്ധതികൾ തുടങ്ങി വെച്ചു എന്ന് മാത്രമല്ല, ഇവിടെ ടൗണിലേക്ക് അടക്കം പോകത്തക്ക നിലയിൽ ആ ടൗണിൽ ഞങ്ങളുടെ കുടിവെള്ള പദ്ധതിക്ക് ഫീ വഴി ഏതാണ്ട് 400 കോടിയോളം ചെലവഴിച്ച് വരുന്ന ഘട്ടത്തിലാണ് മേഴ്സകുടി ഇടപെട്ടിട്ടാണ് കൊറ്റങ്കരയും പെരിനാടും അടുത്തുള്ള പഞ്ചായത്തിലേക്ക് കൂടി നീട്ടാൻ കഴിയത്തേക്കുള്ള പദ്ധതികൾ വെച്ച് അതിന്റെ പദ്ധതികളുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആ പദ്ധതിയുടെ അടക്കം നടക്കുന്ന ഘട്ടങ്ങളിൽ ഈ കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചിരുത്തി MLA എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും വിളിച്ചിരുത്തി എന്താണ് നിങ്ങൾ പഠിക്കാൻ തയ്യാറായോ? പിന്നെ എന്തിനാണ് ഇന്നലെ നിങ്ങൾ പോയത്? ഇപ്പൊ ചിലപ്പോ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട്, അറിയാം ആളുകൾക്ക്. അപ്പൊ അതൊന്ന് കയ്യിലെടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തേടി പോകുന്നു ആത്മാർത്ഥതയില്ലാതെ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആളിനെ വിളിച്ച സൂപ്രണ്ടിങ് എഞ്ചിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് കുറച്ച് കുറിപ്പ് കൊടുത്ത് സൂപ്രണ്ടിങ് എല്ലാം ഉറപ്പ് കൊടുത്തിരിക്കും ഇന്ന് തൊട്ട് വെള്ളം കിട്ടുമെന്നാ. എന്തിനാണ് ഈ കളിപ്പിക്കുന്നത്? അങ്ങനെയല്ലല്ലോ വേണ്ടത്.
നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ പോയിരുന്ന് ജനപ്രതിനിധികളോട് വിളിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ട്യൂബെല്ലും അതിന്റെ കണക്ഷനും അവിടെ വാൽവും എങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നോക്കി അതിന് നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന MLA മാർ പ്രവർത്തിച്ചിരുന്നത്. സഹാബ് MA ഉണ്ടായിരുന്നു, മന്ത്രിയുമായിരുന്നു, മേഴ്സിക്കുട്ടി മസാവ് ഉണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെ പ്രവർത്തിച്ചെന്ന് അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. വളരെ കൃത്യമായി പഞ്ചായത്തുകളും ജനപ്രതിനിധികളായിട്ട് ആലോചിച്ചുകൊണ്ടാണ് ആ പരിപാടികൾ വലിയ ഉണക്ക് വരുന്ന സമയത്ത് കൺസംഷൻ കൂടുമ്പോൾ അതിനെ എങ്ങനെയാണ് റീഷെഡ്യൂൾ ചെയ്യേണ്ടതെന്ന് കണ്ടുകൊണ്ട് ആ പദ്ധതികൾ ഞങ്ങളുമൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഇരുന്നവരാണ് ഈ പ്രദേശത്ത് വളരെ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ MLA എവിടെയും കണ്ടിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂർ ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോൾ നേരെ കൊല്ലത്തേക്ക് പോന്നു, സൂപ്രണ്ടിങ് ഇങ്ങനെ പോയി പോന്നു. നാണമില്ലേ പോയി കുത്തിയിരുന്ന് സമരം ചെയ്യാൻ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു പ്രതിസന്ധിയിലായ കശുവണ്ടി മേഖല ഏതാണ്ട് താങ്ങി നിർത്തും. ഈ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെസ് ഏർപ്പെടുത്തിയ ഘട്ടത്തിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ട് നിന്ന് രാവും പകലും ഇവിടെ നിന്ന MP അല്ലേ ഇവിടുന്ന് കാഷി എക്സ്പോർട്സ് കൗൺസിലിന്റെ നേതാക്കന്മാരുമായി ചേർന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രിക്ക് നിവേദനം കൊടുത്തുകൊണ്ട് 9.5% സെസ് ഏർപ്പെടുത്താൻ ഈ വ്യവസായത്തെ എന്നേക്കുമായി കടൽ കടത്താൻ കഴിയത്തേക്ക് നിലപാട് സ്വീകരിച്ചത് നിങ്ങളുടെ മുന്നണിയുമായി ചേർന്നെടുത്ത കോൺഗ്രസ് അടക്കം എടുത്തുള്ള നെറുകെട്ട സമീപനത്തിന്റെ ഭാഗമല്ലേ? എപ്പോഴെങ്കിലും അതുമായി ബന്ധപ്പെട്ട് തിരുത്തണമെന്ന് ഒരു അഭിപ്രായം, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറായോ? അവിടെയാണ് നിങ്ങളുടെ ആത്മാർത്ഥയുടെ പ്രശ്നമുള്ളത്. പിന്നീട് കുണ്ടറ ടെക്നോ പാർക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. VS-ന്റെ ഗവൺമെന്റാണ് MA ഇവിടെ മന്ത്രിയായിരിക്കുമ്പോഴാണ് കുണ്ടറയിലെ ടെക്നോ പാർക്ക് 1200 കോടി രൂപയുടെ പ്രോജക്റ്റായി അതിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചത്. നിർഭാഗ്യവശാൽ ഇപ്പൊ ചില സാംസ്കാരിക നായകന്മാരെല്ലാം ചിലർ ഇറങ്ങിയിട്ടുണ്ട്. ഭരണ തുടർച്ച ഉണ്ടായാൽ എന്തോ സംഭവിക്കുന്ന ആ ഭരണ തുടർച്ച ഉണ്ടാകാതെ LDF കഴിഞ്ഞ് UDF വന്നതിന്റെ ദുരന്തമാണ് കുണ്ടറ ടെക്നോ പാർക്ക് അനുഭവിക്കേണ്ടി വന്നത്. കാരണം എത്ര കൃത്യമായി വലിയ പദ്ധതികൾ 5000 പേർക്ക് ആദ്യം തൊഴിൽ കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ അതിന്റെ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് ആദ്യഘട്ടം പൂർത്തീകരിച്ച VS ഇവിടെ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ പ്രതിപക്ഷ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ മുഴുവൻ മന്ത്രിമാരെയും വെച്ചുകൊണ്ടാണ് ആ പദ്ധതി നാടിന് സമർപ്പിച്ചത്. പക്ഷേ പിന്നീട് തൊട്ടടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ LDF മാറി UDF വന്നു. അതിന്റെ കഥ കഴിഞ്ഞു. അരുണ സുന്ദർരാജ് എന്ന് പറഞ്ഞ IT സെക്രട്ടറി, എനിക്കറിയാം, ഞാനന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ഘട്ടത്തിലാണ് നിവേദനം കൊടുക്കാൻ വേണ്ടി വേവസാവെന്ന് MLA ചുമതലപ്പെടുത്തി വേവസാനോടൊപ്പം ഞാനും പോയിട്ടുണ്ട്. നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയിലായിരുന്നു IT വകുപ്പ്. എപ്പോഴെങ്കിലും ഒന്ന് ചർച്ച ചെയ്യാൻ പല ദിവസങ്ങൾ ചോദിച്ചു. പുറകെ നടന്ന് അന്നത്തെ MLA MA ഒരു ദിവസം പോലും ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ആ ടെക്നോ പാർക്കിനെ ഒന്ന് പുനർജീവിപ്പിക്കാൻ കഴിയത്തക്ക നിലപാട് സ്വീകരിച്ചില്ല. നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. ഇപ്പോഴെന്താ സ്ഥിതി ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സഹായിക്കാൻ നിൽക്കുന്ന ചില പത്രമാധ്യമ സുഹൃത്തുക്കളുണ്ട്. ഒരു പത്രത്തിലൊരു വാർത്ത, അവിടെ തൊഴിലെടുക്കുന്ന നമ്മുടെ വനിതകൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയത്തതിലെ കക്കൂസും അടക്കമുള്ള സൗകര്യങ്ങൾ എല്ലാം തയ്യാറാക്കുന്നു. വലിയ വാർത്ത ഫോട്ടോ, ടെക്നോ പാർക്ക് പുനർജീവിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ടൈറ്റിൽ കണ്ടപ്പോൾ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എന്താണ്, അവിടെ റിട്ടയറിംഗ് റൂം പോലും ഇല്ല. എല്ലാം കൂടി 1000 സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഒരു ചെറിയ സംവിധാനം, 2 ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നു. സഹായിക്കാൻ നിൽക്കുകയാണ്. കാര്യം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഇത് മറന്നു പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇത് ചോദിക്കുമെന്ന് പറയും. ജനങ്ങൾക്ക് വ്യായാമം ആരോഗ്യം ഉറപ്പുവരുത്താൻ വ്യായാമ പാർക്കുകൾ, പിന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. 11 ഘട്ടം കാര്യങ്ങൾ സമയം പറഞ്ഞു പോകുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് നിങ്ങൾ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. കുണ്ടറയെ 10 വർഷം കൊണ്ട് പ്ലാസ്റ്റിക് മുക്തമാക്കും, വ്യായാമ പാർക്കുകൾ ഉണ്ടാക്കും, KSRTC സബ്സ്റ്റേഷൻ ഉണ്ടാക്കും എന്ന് വേണ്ട വാഗ്ദാനങ്ങളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞതിന് BJP വോട്ടും വാങ്ങിച്ച് നിങ്ങൾ പോയത്. രാഷ്ട്രീയ നിലപാടില്ലാത്ത നിലപാട് നിങ്ങൾ സ്വീകരിച്ച അനുഭവം നിരവധിയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞാൻ വളരെ ഉത്തരവാദിത്വം പറയാൻ ആഗ്രഹിക്കുന്നു. BJPക്ക് ജയിക്കാൻ എന്തെങ്കിലും വിദൂരമായ സാധ്യതയുള്ള ഒരു വാർഡ് പോലും, ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും വന്ന് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഈ മാന്യൻ തയ്യാറായിട്ടില്ല. ഇല്ലെങ്കിൽ പറയണം, ഇന്ന വാർഡിൽ പോയി ഞങ്ങൾ വോട്ട് നമുക്ക് കേൾക്കാം. ഒരു വാർഡിലും പോയി വോട്ട് ചോദിച്ചിട്ടില്ല. ന്യൂനപക്ഷങ്ങളൊക്കെ ഉള്ള ചില പ്രദേശങ്ങളിൽ മാത്രം പോയി ചില വോട്ടുകൾ ചോദിച്ച് അവിടെ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള മാർഗമാണ് സ്വീകരിച്ചത്. നിങ്ങൾ MLA വന്നതിന് ശേഷമല്ലേ ആദ്യമായി അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് ഈ എലമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ ജയിച്ചു വന്ന UDF-ന്റെ റിബലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് BJPയും കോൺഗ്രസും കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ ഒരു പ്രസിഡന്റിനെ നിങ്ങൾ കൊണ്ടുവന്നല്ലോ. എളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ ഓഫീസായിരുന്നല്ലോ അത്തരം കർമ്മങ്ങൾക്കുള്ള ചർച്ചകളുടെ വേദിയായി മാറിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഓരോ വാർഡുകൾ നടത്തിയുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഈ ഒരു യോഗത്തിൽ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ നിലയിൽ നിങ്ങൾ ചില ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ചില കണക്ട് കൊണ്ടുവരുന്നൊക്കെ ചില പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നാൽ നിങ്ങൾ വലിയ താമസമില്ല പിടിക്കപ്പെടും. വലിയ കോർപ്പറേറ്റുമായി ചേർന്നുകൊണ്ട് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ചിത്ര വാക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്, വാർത്തകൾ.
നിങ്ങൾ തുച്ഛമായ പൈസ ചെലവഴിച്ചു. അവർക്ക് ടാക്സ് അടക്കം എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കാൻ കോടികൾ കണക്കെഴുതാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ചിലതെല്ലാം പിടിക്കപ്പെടുന്ന പോലെ ഇതാ നേരം പോലെ നേരം എടുക്കാൻ കാത്തിരിക്കുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വസ്തുതകളെല്ലാം മനസ്സിലാക്കി ഈ കുണ്ട്രയുടെ മണ്ണും മനസ്സും ഭാഗമായിരിക്കുന്നു. 5 വർഷക്കാലം പോയ തെറ്റുകൾക്ക് പാവപരിഹാരക്രിയ ചെയ്യാൻ വേണ്ടി BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ അതിശക്തിമത്തായി ചെറുത്തോൽപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ എല്ലാ വർഗീയ ശക്തികളുമായി ഒത്തുചേർന്നുകൊണ്ട് എല്ലാ വർഗീയ ശക്തികളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഈ സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ട നന്മയുടെ രാഷ്ട്രീയത്തെ തല്ലിക്കെടുത്താനുള്ള ശ്രമം നടത്തുമ്പോൾ നിതാന്ത ജാഗ്രത പാലിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണ സജ്ജമാണ് കുണ്ട്രയിൽ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന